ഗുഡ് മോർണിംഗ്. എല്ലാവരും കോഫിയൊക്കെ കുടിച്ചോ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇന്ന് മൺഡേ ആണ്. എല്ലാവരും ഭയങ്കര ബിസിയായിരിക്കും. കുട്ടികളെ സ്കൂളിൽ അയക്കണം, വർക്കിങ്ങിന് പോകണം, ഒരുപാട് ജോലി തിരക്കായിരിക്കും. ഈ ടൈമൊക്കെ നമ്മൾ മിച്ചം പിടിക്കാൻ വേണ്ടി ഒരു ടിപ്സ് പറയട്ടെ. സൺഡേ സാറ്റർഡേ ഒക്കെ ലീവാണല്ലോ. ആ ടൈമിൽ ഏകദേശം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മീനൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡി ചെയ്ത് ഉപ്പുമുളക് തടകി എടുത്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ ഈസി ആയിരിക്കും. തേങ്ങയൊക്കെ ഇതുപോലെ 3-4 തേങ്ങ എടുത്ത് കട്ട് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഒരു തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇന്നത്തെ ആവശ്യത്തിന് മാത്രം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വളരെ സിമ്പിളായ ബ്രേക്ക്ഫാസ്റ്റാണ്. സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ്. വേറൊന്നുമല്ല, ഒരു നല്ല ചട്നി, പിന്നെ ആപ്പം, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി, ഇന്നലത്തെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ചട്നി മാത്രമാണ് വയ്ക്കാനുള്ള ഉദ്ദേശം. അപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ചട്നി ആപ്പമൊക്കെ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. ഒരുപാട് പേർക്ക് ചിക്കൻ കറി വെച്ച് കഴിക്കാനായിരിക്കും ആഗ്രഹം. എനിക്ക് ഏതായിരുന്നാലും ഓക്കെ തന്നെ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, എനിക്ക് ആപ്പത്തിന് മാവാട്ടുമ്പം അതിൽ സോഡ ഉപ്പ് ഇടാതെ ആട്ടി വയ്ക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു ഡൗട്ടാണ്, ആപ്പം മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ചുടുമ്പോൾ ആപ്പം കല്ല് പോലെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ നല്ലതുപോലെ വരുന്നെന്ന്. അതിന് ഞാൻ അതിൻ്റെ റിപ്ലൈ പറയുകയാണ്. നമ്മളിപ്പോൾ മാവാട്ടി എല്ലാ മാവിലും സോഡ ഉപ്പിട്ട് കലക്കരുത്. നമ്മുടെ ആവശ്യത്തിനുള്ള മാവിൽ മാത്രം സോഡ ഉപ്പിട്ട് കലക്കി അത് ഒരു 10 നിമിഷം അടച്ചു വെച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ ചുടുക. അപ്പം ആപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ബാക്കി മാവ് ഫ്രിഡ്ജിൽ നിങ്ങൾ വെച്ചാൽ അതും നിങ്ങൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രം ആവശ്യത്തിനുള്ള മാവ് വേറൊരു ബൗളിൽ എടുത്തിട്ട് അതിൽ സോഡ ഉപ്പും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ആപ്പം ചുടുക. അത് തന്നെയാണ് ഇതിൻ്റെ ടിപ്സ്. ആപ്പം എങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാവെടുത്ത് നമ്മൾ രണ്ടാമത് ചുട്ടാലും ആപ്പം നല്ല പഞ്ഞി പോലെ തന്നെ വരും. അതുകൊണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മുട്ടക്കോസ്, അതായത് കാബേജ് തോരനാണ്. കാബേജ് തോരൻ വയ്ക്കുമ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കരിയുന്നു, അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വയ്ക്കുന്ന മാത്രം കരിയുന്നില്ല, അത് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഞാൻ ഒരിക്കലും ഒരു തോരനും ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കില്ല. കാരണം വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. വെള്ളത്തിൽ അവിച്ച് കഴിച്ചതുപോലെ ഇരിക്കും, ഒരു ഒറിജിനൽ ടേസ്റ്റ് ഇരിക്കില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അടുപ്പിൽ ഇപ്പം 4 അടുപ്പിരിക്കും. വലിയ അടുപ്പിൽ 2 എടുക്കും, ചെറിയ അടുപ്പിൽ 2 എടുക്കും. ആ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് എന്നിട്ട് സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് നിങ്ങൾ അടച്ചിടുമ്പോൾ ആ ആവിയിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പം അടപ്പ് തുറന്ന് കുറച്ച് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഏത് തോരനായിരുന്നാലും കരിയത്തില്ല. നമ്മളത് ശ്രദ്ധയില്ലാതെ അത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് വേറെ റൂമിലോ അവിടെ ഇവിടെയൊക്കെ പോയാൽ അത് കരിഞ്ഞ് ഇല്ലാതായി പോകും. അപ്പം ശ്രദ്ധയോടെ ചെയ്യുക. എപ്പോഴും എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കാൻ പറ്റത്തില്ല. മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ എത്ര ശ്രദ്ധയോടെ നിന്നാലും കരിയേണ്ടത് കരിയെ തന്നെ ചെയ്യും. എന്നാലും എനിക്കറിയാവുന്ന ടിപ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ മീനൊക്കെ കിട്ടിയോ? ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊഞ്ചാണ്. കൊഞ്ചറിയാമല്ലോ.
അത് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പം അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചിക്കൻ കറിയൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ കാലിയാവണമെങ്കിൽ ഇന്ന് കറി വെച്ചാൽ ശരിയാവില്ല. ഒരു ദിവസം നമ്മൾ ഏത് കറിയും ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിൻ്റെ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കരുത്. ഈ ഒരു ദിവസം പോലും വേറെ വഴിയില്ലാതെയാണ് വെക്കുന്നത്. ചിലവരൊക്കെ ഒരാഴ്ചത്തെ ആഹാരമൊക്കെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചിട്ട് അത് രണ്ടാമതെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കിയൊക്കെ കഴിക്കുമെന്നൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ നോക്കി. അത് എന്ത് പ്രശ്നത്തിലാണെന്ന് പോയി അവസാനിക്കുന്നതെന്നേ അറിയത്തില്ല. കാരണം നമ്മൾ സാധാരണ വെജിറ്റബിൾസ് വയ്ക്കാം, ഈ ചിക്കൻ മട്ടനൊക്കെ അപ്പോൾ വെച്ചിട്ട് ഒരു 2 ദിവസം 3 ദിവസം വയ്ക്കാം. അതിന് മുകളിലോട്ടൊന്നും നമ്മൾ ഫിഷായിരുന്നാലും വെച്ചാൽ അത് ഒരു ടേസ്റ്റും കാണില്ല, അതിനൊരു ഗുണവും ഇരിക്കത്തുമില്ല. അപ്പം കുക്ക് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ പണിയുടെ ജീവിതം ജീവിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജീവിതം വളരെ എളുപ്പത്തിൽ അങ്ങ് ജീവിച്ചിട്ട് പോകാനൊന്നും വിചാരിക്കരുത്. കുറച്ച് കഷ്ടമാണ്. ഇപ്പം ഞാൻ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യമാണെന്ന് വെച്ചാൽ, പിന്നെ ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും തിരക്കാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഹൗസ് വൈഫിനും വളരെ തിരക്കാണ്. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്ന വരെ ഒരു ഹൗസ് വൈഫ് എന്തുമാത്രം പണിയാണ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അതിനൊക്കെ എത്ര വില കൊടുത്താലും അത് മനസ്സിലാകത്തില്ല. ഒരു കോഫി ഇടണമെങ്കിലും, ഒരു ചട്നി വയ്ക്കണമെങ്കിലും, ഒരു ചോറ് വയ്ക്കണമെങ്കിലും അതിന് പണിയുണ്ട്. അത്ര നേരം നിൽക്കണം, അത്ര പണി നോക്കണം. രാവിലെ ഉച്ചയ്ക്കുള്ള ആഹാരം, രാത്രിയുള്ള ആഹാരം, രാവിലെ ഉള്ള ആഹാരം എല്ലാം ചെയ്തിട്ട്, വീട് ക്ലീൻ ചെയ്തിട്ട്, വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട്, നമ്മൾ കെയർ ചെയ്തിട്ട്, അതിനുശേഷം നമ്മൾ നമ്മുടെ ഓഫീസ് വർക്കുകളും നോക്കിയിട്ട്, അതിനുശേഷം വീണ്ടും 6 മണിക്ക് ശേഷം വീണ്ടും മറ്റേ പണികളെല്ലാം ചെയ്തിട്ട് കഷ്ടമാണ് ലേഡീസുകളുടെ കാര്യം. ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഒരേ ഒരു ദിവസം ആണുങ്ങൾ ആരെങ്കിലും ഈ പണിയെല്ലാം ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ അറിയാം ആ കഷ്ടമൊക്കെ എന്താണെന്ന്. നിങ്ങൾ എന്താ പറയുക, എത്ര പറഞ്ഞാലും ആ പെണ്ണുങ്ങൾ ചെയ്യുന്ന ആ ജോലി ആണുങ്ങൾ ചെയ്താൽ അത് ശരിയാവത്തില്ല. പക്ഷേ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഒരു മര്യാദയും ഇല്ല. അവർ തമാശയായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ ഉളറി തള്ളുന്നത് പോലെ എനിക്കുണ്ട്. അപ്പം ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും തിരിച്ചെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ഒരു ദിവസം ഞാൻ ഇപ്പം ഈ വീഡിയോ എടുത്തിരിക്കുന്നത് രാവിലെ 6:30 മുതൽ 10:30 വരയ്ക്കുമുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇത് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള പണികളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അതെല്ലാം ചേർത്ത് ഇടുകയാണെങ്കിൽ അയ്യോ എത്ര മണിക്കൂർ, 24 മണിക്കൂറിൽ കിട്ടത്തട്ട ഒരു 13 മണിക്കൂർ വർക്ക് ചെയ്യുകയാണ്. അപ്പം അതെല്ലാം ചേർത്ത് വീഡിയോ ഇടുകയാണെങ്കിൽ പറ്റത്തില്ല. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലേഡീസുകൾ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീസുകൾ കഷ്ടമില്ലാതെ ഇരിക്കുകയാണ്. അവർക്ക് എന്താണ് കഷ്ടം? വീട്ടിൽ ജാളിയായിട്ടിരിക്കുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നൊന്നും വിചാരിക്കരുത്. എല്ലാ പണിയും ചെയ്ത് നിന്നുകൊണ്ട് പണി അത്രയും ചെയ്ത് കഴിഞ്ഞ് ആ സോഫാ സെറ്റിൽ പോയി ഇരുന്ന് ഏതെങ്കിലും ഒരു സീരിയൽ, TV-യിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓൺ ചെയ്യുമ്പോൾ ആ ഇടയും കപ്പ ഒരു വലിയ എന്തൊരു ആശ്വാസമായിരിക്കും. ആ കാലം അങ്ങോട്ടൊന്ന് മടക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അനുഭവിച്ചറിയണം. പിന്നെ അടുത്തത് ക്ലീനിങ് പരിപാടിയാണ്. അടുത്തത് കുക്കിംഗ് പണിയൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് ആണ്. ഇനി വൈകിട്ടത്തേക്ക് ഒരുപാട് പണിയുണ്ട്. ദോശയ്ക്ക് ആട്ടി വയ്ക്കണം,
ചപ്പാത്തി ചുടണം. നൈറ്റ് എന്തെങ്കിലുമൊക്കെ കുറുമയോ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഗ്രേവി വയ്ക്കണം. ഇനി നൈറ്റും ഒരു പണിയുണ്ട്. തുണിയൊക്കെ മടക്കി വയ്ക്കണം, തുണിയൊക്കെ എടുത്തിടണം. ഈ ചെടികൾക്കൊക്കെ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്യണം. പിന്നെ പറയണ്ടല്ലോ, ഇനി വൈകിട്ട് കോഫി ഇടണം. ഇങ്ങനെ തുടർന്ന് പണിയാണ്. അപ്പം നിങ്ങൾക്ക് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ബോറടിക്കുന്നുണ്ടോ? ഞാൻ തമാശയായിട്ടാണ് സംസാരിക്കുന്നത്, സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. കാരണം എല്ലാവരും വളരെയധികം സീരിയസ് ആയിട്ട് ഹോം വ്ലോഗ് ചെയ്താൽ നിങ്ങൾക്ക് വന്ന് ബോറടിക്കും. അപ്പം ഞാൻ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ സംസാരം കേട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ബോറടിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരിപ്പ് വരാം, ഒരുപക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകാം, എന്ത് വേണമെങ്കിലും നടക്കാം. പക്ഷേ ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ പോലെ കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെയും ഞാൻ അന്യതായിട്ട് വിചാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലാരെങ്കിലും ഇരുന്ന് എന്നെ വാച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അതുപോലെ മാത്രമാണ് ഞാൻ നിങ്ങളെയും കരുതുന്നത്. അപ്പം കുറച്ച് നേരം സംസാരം നിർത്തി വെച്ചിട്ട് ASRM കേൾക്കുക. ASRMലൂടെ കുറച്ച് വീഡിയോ നോക്കുക. ഓക്കെ. ഇതിന് മുമ്പൊക്കെ ആരെങ്കിലും വീഡിയോ ഒക്കെ ഹോം വ്ലോഗൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവരെന്തിനാ ഇവരുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത്? ഇവർക്കൊന്നും വേറെ പണിയില്ലെന്ന്. ഇതാണ് കർമ്മ വെസസ് കർമ്മ എന്ന് പറയുന്നത്. ഇപ്പം എനിക്കും വേറെ പണിയില്ല, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെയും നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. നമുക്കൊരു ലൈറ്റായിട്ടൊരു സ്കിൻ കെയർ, ഒരു ഹെയർ കെയർ, ഇതൊക്കെ ചെയ്യണം. എല്ലാവരും ചോദിക്കാം, നിങ്ങളെന്തൊരു ഭയങ്കരമായിട്ട് ഹെയർ കെയറൊക്കെ ചെയ്തും നിങ്ങൾക്ക് എന്താ മുടി വളരാത്തത്? എനിക്ക് മുടി വളർത്തണ്ട. എനിക്ക് മുടിയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അപ്പം കട്ട് ചെയ്ത് വിടും. അതൊക്കെ കൊണ്ട് ഒരുപാട് മുടിയൊക്കെ വളർത്തി അതിനെ ഇട്ട് പരാമരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് മുടിയാവുമ്പം അത് കുറച്ച് നന്നായിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹെയറിന് ഞാൻ ഡ്രയർ ഇടുന്നത് തന്നെ ഹാട്ടല്ല, കൂളാണ്. കൂൾ വന്ന് നമ്മൾ യൂസ് ചെയ്ത് മുടി ഡ്രൈ ചെയ്യാം. പക്ഷെ ഹോട്ട് വന്ന് എപ്പോഴും വേണ്ട, കാരണം മുടി ഇല്ലാതായി പോകും. മുടിക്ക് സ്കിന്ന് ഇത് രണ്ടും നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഹെൽത്തിന് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിക്കണം. ഇപ്പോൾ ഞാനൊരു മാതള ജ്യൂസ് ഇട്ടിങ്ങനെ കുടിക്കാൻ പോകുകയാണ്. ഇത് നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുന്നതിനും നമ്മുടെ സൗന്ദര്യത്തിനെ പരാമരിക്കുന്നതിനും ഒരുപാട് കഞ്ചത്തനമൊന്നും കാണിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ വയസ്സ് എത്രയോ ആ വയസ്സിന് ഏറ്റ മാതിരിയുള്ള സ്കിൻ കെയർ, ഡ്രസ്സ്, ഫുഡ് ഇതൊക്കെ കഴിക്കാം. ഞാൻ ചെറുപ്പകാലത്ത് മുതലേ ഞാനൊന്ന് ഓയിൽ ഫുഡ് അവോയ്ഡ് ചെയ്യും. ഓയിൽ ഫുഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെയാണ് എനിക്ക് വളരെ ഇഷ്ടം. വളരെ ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് അത് കഴിക്കാനാണ് താല്പര്യം. മട്ടൻ, ചിക്കൻ ഇതിനോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. താല്പര്യമില്ലാത്ത കാരണം അതൊക്കെ മുമ്പൊക്കെ നമ്മൾ വർഷത്തിനൊരിക്കലാണല്ലോ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്ന കാലത്ത് വർഷത്തിനൊരിക്കലാണ് കഴിച്ചത്. അപ്പം
മനുഷ്യനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അച്ഛനോടും അമ്മയോടും കുട്ടികളോടും സഹോദരങ്ങളോടും എല്ലാം ഒരു ആത്മാർത്ഥമായ ഉണ്മയായ ഒറിജിനൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ചയിൽ ഒരു ദിവസവും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ എല്ലാവരും ആരംഭിച്ചതിന് ശേഷം ആരോടും സ്നേഹമില്ല. അത് എന്തുകൊണ്ടെന്നറിയില്ല, ആർക്കും ആരോടും സ്നേഹമില്ല. അപ്പം ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ കാണാം.